ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ലിറിക് ക്രിയേറ്റിൻ്റെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് ഫോമാണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സ്റ്റേറ്റ്സ് ആഡ് ചെയ്യണം, പിന്നെ മ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ട് ഈ പെർട്ടിക്കുലർ റീലിലേക്ക് നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറ്റുന്നൊന്നുമില്ല. ഞാൻ മേ ബി ലൈക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂഷൻ ചെയ്യേണ്ടി വരും മ്യൂട്ടേഷൻ. ബട്ട് നമുക്ക് നോക്കാം എത്രത്തോളം പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ആഡ് ചെയ്യണം. ഈ ഇൻപുട്ടിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫോമിൽ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പോണൻറ്റ് ലെവൽ സ്റ്റേറ്റ് ആണ് ഞാനിവിടെ ഈ കമ്പോണൻറ്റ് ലെവൽ ക്ലാസ് ബേസ്ഡ് കമ്പോണൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിന് പെർട്ടിക്കുലർ സ്റ്റേറ്റും കൂടി ഞാൻ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചില കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാണ്. കൺസ്ട്രക്ടർ എന്നിട്ട് ഞാൻ അതിൽ പ്രോപ്സും പാരാമീറ്ററായിട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം സൂപ്പർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു മെത്തേഡ് ഓഫ് പ്രോപ്സ്. നിങ്ങൾക്ക് ഫങ്ഷണൽ ബേസ്ഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ക്ലാസ് യൂസ് ചെയ്തിരുന്നുള്ളൂ, കാരണം നമ്മുടെ കോർ ശരിക്കും പറഞ്ഞാൽ റിയാക്റ്റ് അല്ലല്ലോ, ഗ്രാഫ്ക്വൽ ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ബേസ്ഡിലേക്കായിട്ട് പോകുന്നത്. ഓക്കെ, ദിസ് ഡോട്ട് സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യണം ഇവിടെ. ആ സ്റ്റേറ്റിൽ വാല്യൂ ഞാൻ തൽക്കാലം കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് കറൻ്റ്ലി എംപ്റ്റി സ്ട്രിങ് ആണ്, സെമിക്കോളൻ. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം. സോ നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൂപ്പറിനുള്ള പ്രോപ്സ് പാരാമീറ്റർ കിട്ടിയിട്ട് നമ്മൾ സൂപ്പർ മെത്തേഡ് പ്രോപ്സിനുള്ള പ്രോപ്പർട്ടി പാരാമീറ്ററായിട്ട് കിട്ടിയിട്ട് നമ്മൾ സൂപ്പർ മെത്തേഡ് കോൾ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നു. കണ്ടൻറ്റ് നമ്മൾ തൽക്കാലം എംപ്റ്റി സ്ട്രിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ക്ലാസ് ബേസ്ഡ് ആക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡെവലപ്പർ. ഓക്കെ, ഇനി ഇവിടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ കണ്ടൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് കാരണം എന്താ വെച്ചാൽ ഗ്രാഫ്ക്വൽ മ്യൂട്ടേഷനിൽ ലിറിക്സ് സേവ് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് എന്ന ഫീൽഡ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ അതിന് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ഞാനിവിടെ സ്റ്റേറ്റിനും ഇതേ പേര് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇൻപുട്ട് ടാഗ് നമുക്ക് തൽക്കാലം ഇവിടെ എം ടി ആണ്, അതിൽ കറസ്പോണ്ടിങ് വാല്യൂ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാല്യൂ മെൻഷൻ ചെയ്യാണ്. വാല്യൂ കൊണ്ട് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കണ്ടൻറ്റ്. സോ വാല്യൂ ഞാൻ മെൻഷൻ ചെയ്തു, ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൽ ഓൺ ചേഞ്ച് പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യാം. ഓൺ ചേഞ്ച് ഞാൻ വന്നിട്ട് ഇവൻറ്റ് എന്നിട്ട് ഞാനിവിടെ ഈ വരുന്ന വാല്യൂ നമുക്ക് ചെക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഓഫ് എന്നിട്ട് കണ്ടൻറ്റ് നമ്മൾ ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ലേബിൾ നമ്മൾ വാല്യൂ ഈ കണ്ടൻറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിത് പെർട്ടിക്കുലർ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. സോ ഇതൊക്കെ ഞാൻ ഓടിച്ച് പറയുകയാണ്, കാരണം റിയാക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓടിച്ച് മെൻഷൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ കൺട്രോൾഡ് കമ്പോണൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പെർട്ടിക്കുലർ നമുക്ക് സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സോ അതിന് നമ്മൾ കൺട്രോൾ കമ്പോണൻ്റ് എന്ന് വിളിക്കും. സോ അതായിട്ടുണ്ട്, കൺട്രോൾ കമ്പോണൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻപുട്ട് വാല്യൂ എപ്പോഴും സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. സോ യൂസർ എന്തൊക്കെ വാല്യൂ ടൈപ്പ് ചെയ്യുന്നോ ആ സ്റ്റേറ്റ് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതാണ് ഓൺ ചേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോം സബ്മിറ്റ് ചെയ്താൽ ലിറിക്സ് സേവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പെർട്ടിക്കുലർ ഫോമിൽ ഓൺ സബ്മിറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അത് നമുക്ക് ആഡ് ചെയ്യാം. ഫോമിൽ ഓൺ സബ്മിറ്റ് എന്നിട്ട് ഞാൻ കറസ്പോണ്ടിങ് മെത്തേഡ് ചെയ്താണ് ദിസ് ഡോട്ട് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതാണ്, ആ മെത്തേഡ് എഴുതാണ്. എന്നിട്ട് അതിനെ വണ്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബൈൻഡ് ചെയ്യണം കറക്റ്റ് ഒബ്ജക്റ്റായിട്ട്. ദിസ് ഡോട്ട് ബൈൻഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ പെർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ ഹാൻഡിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. ഓൺ സബ്മിറ്റ് event
എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇവൻറ്റ് ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് മെത്തേഡ് ഞാൻ കോൾ ചെയ്യുന്നുണ്ട്. സോ ഇത് ഡീഫോൾട്ട് HTML ഫോം സബ്മിറ്റിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൽക്കാലം ഒരു കൺസോൾ ലോഗ് ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. console.log നമുക്ക് വാല്യൂ വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ this ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ക്ലാസ് ബേസ്ഡ് കമാൻഡ് നമ്മൾ ബൈൻഡ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ടാണ് ഞാനിവിടെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിയാക്റ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു. ഇനി ഗ്രാഫിക്കലിൻ്റെ സൈഡ്സിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. സോ മ്യൂട്ടേഷൻ ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഗ്രാഫിക്കൽ ടൂളാണ് ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ കോഡ് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ എററൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ഒന്ന് റീലോഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ടെസ്റ്റിന് എഴുതിയിട്ട് ചുമ്മാ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ ടെസ്റ്റിന് സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്, നമ്മൾ എന്താണോ ഇവിടെ ഇൻപുട്ട് ചെയ്തതെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് വാല്യൂ കൺസോളിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫോം സബ്മിറ്റ് മെത്തേഡ് വരെ കോൾ ആയിട്ടുണ്ട്, പക്ഷേ ഉള്ളിലൊന്നും എഴുതിയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. ഇനി നമ്മൾ ഗ്രാഫിക്കൽ ടൂളിൽ മ്യൂട്ടേഷനെ കുറിച്ച് നോക്കാൻ പോവുകയാണ്. ഓക്കെ, സോ മ്യൂട്ടേഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഇവിടെയാണ് ചെക്ക് ചെയ്യാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അത് കറസ്പോണ്ടിങ് ഇത് ഇവിടെ എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി റൺ ആയാൽ ഈ കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, നമ്മുടെ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷനിൽ ചെക്ക് കഴിഞ്ഞാൽ ആഡ് ലിറിക് ടു സോങ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ മ്യൂട്ടേഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് 2 ആർഗ്യുമെൻറ്റ് പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് കണ്ടൻറ്റ്, ഇപ്പോൾ നമ്മൾ എന്താണോ പാട്ടിനിട്ട കണ്ടൻറ്റ് കൊടുക്കുന്നത് ആ കണ്ടൻറ്റ് സ്ട്രിങ് ആയിരിക്കും. രണ്ടാമത്തത് സോങ് ID ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഏത് പാട്ടിനാണ് കറസ്പോണ്ടിങ് വരികൾ വരേണ്ടത് എന്നുള്ളത്, അപ്പോൾ വരികളും ആ കറസ്പോണ്ടിങ് പാട്ടിൻ്റെ ID നമ്മൾ പാസ് ചെയ്യണം. സോ അതിന് മ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ തന്നെ ക്വറി വേരിയബിൾ മെൻഷൻ ചെയ്യാണ്. നമുക്ക് ക്വറി വേരിയബിളിൽ കൊടുക്കേണ്ടതുണ്ട്. സോ ഇവിടെ ആ ID ഓൾറെഡി ഇവിടെ ID ഉള്ളതുകൊണ്ട് ഞാൻ സെയിം ID തന്നെ കോപ്പി ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ID പക്ഷേ ചെറിയൊരു വ്യത്യാസം കേട്ടോ. നമ്മൾ ID എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ സോങ് ID എന്നാണ്. സോ ID മാറ്റിയിട്ട് നമുക്ക് സോങ് ID എന്ന് കൊടുക്കാം. കോപ്പി പേസ്റ്റ് വർക്കാവില്ലേ, നമുക്ക് നോക്കാം. സോങ് ID ഇത് പറ്റിയല്ലോ. ടൈപ്പിംഗ് എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ, റീലോഡ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ റീലോഡിങ് ഇഷ്യൂ ആയിരിക്കും. ടൈപ്പ് ചെയ്യാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. യെസ്, സോങ് ID കോളൻ നമുക്ക് കറസ്പോണ്ടിങ് ID എടുക്കണമല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്വറി ചെയ്യാം. സോങ് ID ടൈറ്റിൽ
സോങ്സ് ആണ്, തെറ്റിപ്പോയതാണ്. ഇനി ഇവിടെ മ്യൂട്ടേഷനിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ക്വറി പാരാമീറ്ററായിട്ട് നമ്മൾ കൊടുക്കണം. അതിന് ക്വറി പാരാമീറ്ററായിട്ട് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ സോങ് ഐ ഡി കോപ്പി. സോങ് ഐ ഡി കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ടു ലിറിക്സിൽ 2 പാരാമീറ്റർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കണ്ടൻറ്റും സോങ് ഐ ഡി. അപ്പോൾ ഞാൻ സോങ് ഐ ഡി പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് റെയിൻ എന്നുള്ള ടൈറ്റിലിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ലിറിക്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ലിറിക്സ് കണ്ടൻറ്റ് പ്രോപ്പർട്ടിയിലാണ് ആഡ് ചെയ്യേണ്ടത്. കണ്ടൻറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് എവരി നൈറ്റ് ഇൻ മൈ ഡ്രീംസ്, ചുമ്മാ ഒരു ലൈൻ എഴുതി വെച്ചു. ഓക്കെ, സോ ഇപ്പോൾ ഒരു വരി എഴുതിയിട്ടുണ്ട്, ഞാൻ സോങ് ഐഡിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വറി വേരിയബിൾസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇനി കറസ്പോണ്ടിങ് മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, മ്യൂട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു മ്യൂട്ടേഷൻ കീവേഡ് സ്പേസ് ആഡ്, മ്യൂട്ടേഷൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് സെയിം തന്നെയാണ്, ആഡ് ly lyric to song, സെയിം അതിൻ്റെ പേരിന് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് പാരാമീറ്ററായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്ന് അവർ പറഞ്ഞ പോലെ തന്നെയാണ്, കണ്ടൻറ്റ് TENT കണ്ടൻറ്റ്. അത് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, കണ്ടൻറ്റ് സ്ട്രിങ് ആണ്. പിന്നെ ഒന്നുള്ളത് ഡോളർ, അടുത്ത പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് സോങ് ഐ ഡി ആണ്, അതിൻ്റെ ടൈപ്പ് ഐ ഡി ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ മ്യൂട്ടേഷൻ വിളിക്കുകയാണ്, ആഡ് ലിറിക് ടു സോങ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ മെൻഷൻ ചെയ്യാണ് കണ്ടൻറ്റ് കോളൻ വരുന്നത് ഏതെന്ന് വെച്ചാൽ കണ്ടൻറ്റ് കോമ പിന്നെ സോങ് ഐ ഡി കോളൻ ഡോളർ സോങ് ഐ ഡി. ഓക്കെ, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബേസിക്കലി എന്താ സോങ് ടൈപ്പാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ സോങ് ടൈപ്പ് ആയതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്, എനിക്ക് ഐ ഡി വേണം അതിൻ്റെ, പിന്നെ ലിറിക്കിൻ്റെ LYRICS ലിറിക്സിൻ്റെ ഐ ഡിയും കണ്ടൻറ്റും ഞാൻ എടുക്കുന്നത്. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ പറഞ്ഞു റിട്ടേൺ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, റിട്ടേൺ ചെയ്യുന്നത് ലിറിക്കല്ല സോങ്ങിൻ്റെ ഒബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂട്ടേഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ നമുക്ക് നോക്കാൻ പറ്റും സോങ്ങിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ റിട്ടേണിൽ ഐ ഡി സോങ്ങിൻ്റെ ഐ ഡിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ ലിറിക്കിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോങ്ങിനോട് ബന്ധപ്പെട്ട ലിറിക്സിൻ്റെ ലിസ്റ്റ് നമുക്ക് തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രാഫിക്കലിൽ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് സോങ്ങിൻ്റെ വാലിഡേറ്റ് എടുത്ത് കുറേ വേരിയബിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. കണ്ടൻറ്റ് ഫീൽഡിൽ കറസ്പോണ്ടിങ് ലിറിക്സ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൺ ചെയ്താൽ മതി. നമുക്ക് റൺ ചെയ്തിട്ട് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിറിക്സ്. നമുക്ക് നോക്കാം എന്താ ഇഷ്യൂ വന്നതെന്നുള്ളത്. സോങ് ഐ ഡി കറക്റ്റ്
ഗ്രാഫിക്കൽ ക്വറിയിൽ സോങ് ഐ ഡി കറസ്പോണ്ടിങ്ങിൽ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഡിയിലെ ഡി ക്യാപ്സ് ആണ് ആക്ച്വലി, അതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഡി സ്മോൾ ആണ് വേണ്ടത്, ഡി. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം ഒന്നും കൂടി. സോ ഇപ്പോൾ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. സോങ് ഐ ഡിയുടെ ഐ ഡി തെറ്റായിരുന്നു ആക്ച്വലി. ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സാക്ട് ഫോം ചെക്കാണ് വേണ്ടിയിരുന്നത്. കറസ്പോണ്ടിങ് മെത്തേഡ് ഇവിടെ സോങ് ഐ ഡി നമ്മൾ കൊടുക്കുന്നത് ഇവിടേക്കാണല്ലോ വരുന്നത്, ഫസ്റ്റ് കൺട്രോൾ. സോ ഇവിടെ സ്മോൾ ഡി ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ നമ്മൾ പാസ് ചെയ്ത ക്യാപിറ്റൽ ഡി ആയിരുന്നു, അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ റൺ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ആഡ് സോങ്ങിൻ്റെ മ്യൂട്ടേഷൻ നമ്മൾ എടുത്തത് കറസ്പോണ്ടിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിറിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർട്ടിക്കുലർ സോങ്ങിനിട്ട് കണക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എഴുതിയ കോഡ് മ്യൂട്ടേഷനിൽ അത് കണക്ട് ചെയ്യണം. സോ മീൻസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യണം. സോ ലിറിക് കമാൻഡിൽ അതിന് ആദ്യം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആ GQL ടാഗ് ഹെൽപ്പർ ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാനിവിടെ ഓൾറെഡി നമ്മൾ GQL എഴുതിയിട്ടുണ്ട്. സോങ് ഫെച്ചിൽ കോപ്പി ചെയ്യാണ്, ഇതങ്ങനെ തന്നെ ഞാൻ കോപ്പി ചെയ്യാണ്. ഇപ്പോൾ GQL ടാഗ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മ്യൂട്ടേഷൻ ഇവിടെ എഴുതണം. ഓക്കെ, കോൺസ്റ്റ് മ്യൂട്ടേഷൻ ഈക്വൽ ടു GQL സെമിക്കോളൻ. ഇനി സിമ്പിളാണ്, നമ്മളിവിടെ എഴുതിയ ഇത് കോപ്പി ഇവിടെ അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതോടെ നമ്മൾ എന്താ വെച്ചാൽ ലിറിക് ക്രിയേറ്റ് കമാൻഡിലെ മ്യൂട്ടേഷൻ വരപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ GQL നമ്മൾ പറഞ്ഞു ഇത് ഹെൽപ്പറാണെന്നുള്ളത്. സോ അതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ഗോ ത്രൂ ചെയ്യണം ഫാസ്റ്റായിട്ട്. GQL എന്താണെന്നുള്ളതും പിന്നെ അതുപോലെ യൂസ് ചെയ്തിട്ട് നമ്മൾ മ്യൂട്ടേഷൻ ഇവിടെ കൊടുത്തു, നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് മ്യൂട്ടേഷൻ കൊടുത്തു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.